Good morning to all. Today we are discussing about what is the meaning of oversubscription and the problem related with the theory of oversubscription. What is oversubscription? When a company receives application for a large number of shares than offered to public for subscription is called oversubscription. അധികമായിട്ടും പബ്ലിക് പർച്ചേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇഷ്യൂ ഷെയർസിൽ ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ 10,000 ഷെയർ ആണ് ഒരു കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു 15,000 ഷെയർസിൻ്റെ ആപ്ലിക്കേഷൻ ആ കമ്പനിയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അതിനെ ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ആക്ച്വലി ഇഷ്യൂ ചെയ്ത ഷെയറിനേക്കാളും കൂടുതൽ ആപ്ലിക്കേഷൻ വരുമ്പോൾ നമ്മളതിനെ ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് വിളിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഓവർ സബ്സ്ക്രിപ്ഷനകത്ത് അതായത് 2 മെത്തേഡ്സിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒന്നാമതായിട്ട് എക്സസ് ആയിട്ട് വരുന്ന ആപ്ലിക്കേഷൻ നമുക്കത് റിജക്റ്റ് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് അതിൻ്റെ ആ എമൗണ്ട് റീഫണ്ട് ചെയ്യാനായിട്ട് സാധിക്കും, പബ്ലിക്കിന് റീഫണ്ട് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സർപ്ലസ് ഓഫ് ആപ്ലിക്കേഷൻ മണി ഈസ് ടു ബി അഡ്ജസ്റ്റഡ് ഇൻ അലോട്ട്മെൻറ്റ്. അതായത് എക്സസ് ആയിട്ട് വരുന്ന ആ എമൗണ്ട് നമുക്ക് അത് എന്താണ് അലോട്ട്മെൻറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ വീണ്ടും എക്സസ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ആ എമൗണ്ടിനെ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് നമുക്കതിനെ വിളിക്കാൻ സാധിക്കും, കോൾസ് ഇൻ അഡ്വാൻസ്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം നമുക്ക് നോക്കാം. A company issued 20,000 shares of rupees 10 each to the public payable of rupees 2 on application, rupees 4 on allotment and rupees 4 on final call. Applications were received for 25,000 shares. Pass the journal entries in following cases assuming that the amounts due were received. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് 20,000 ഷെയർസ് 10 രൂപ വെച്ച്, ഒരു ഷെയറിന് 10 രൂപ വെച്ചിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ മണി ₹2, അലോട്ട്മെൻറ്റ് ₹4 ആൻഡ് കോൾ മണി. ഇപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എന്ന് പറഞ്ഞാൽ ഫൈനൽ കോൾ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അത് ₹4 ആണ്. പക്ഷേ ആപ്ലിക്കേഷൻ ഇവിടെ റിസീവ് ചെയ്തതാണ് 25,000 ഷെയർസിൻ്റെ 25,000 ഷെയർസിൻ്റെ ആപ്ലിക്കേഷനാണ് എന്താണ് പബ്ലിക് റിസീവ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആക്ച്വലി 5,000 ഷെയർസ് അത് എക്സസ് ആണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഈ പ്രോബ്ലം ഓവർ സബ്സ്ക്രിപ്ഷൻ്റെ പ്രോബ്ലം നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അതിനകത്ത് 2 മെത്തേഡ്സിലാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞത്. ഫസ്റ്റ് കേസിൽ an application for 5,000 shares were rejected and application money refunded. ഓക്കെ, അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ കേസ് when surplus of application money is utilized for towards allotment. എക്സസ് ആയിട്ട് വരുന്ന ഈ 5,000 ഷെയർസിൻ്റെ പൈസ അലോട്ട്മെൻറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നമുക്കിതിൻ്റെ പ്രോബ്ലം ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ എന്താണ് ജേണൽ എൻട്രി എന്ന് പറയുന്നത് എന്താണ് ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. അതായത് നമുക്ക് എത്ര ആപ്ലിക്കേഷനാണ് വന്നിട്ടുള്ളത് ആ ഷെയർസിൻ്റെ ആപ്ലിക്കേഷൻ എമൗണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ആദ്യത്തെ ജേണൽ എൻട്രിയിൽ എഴുതുന്നത്. അപ്പോൾ 20,000 ഷെയർസാണ് ഇഷ്യൂ ചെയ്തിട്ട് പോലും 25,000 ഷെയർസിൻ്റെ ആപ്ലിക്കേഷൻ വന്നുകൊണ്ട് 25,000 ഇൻറ്റു ₹2, അങ്ങനെ 50,000 എമൗണ്ട് കോളത്തിലേക്ക് കാണിക്കണം. നറേഷൻ എന്താണ് ബീയിങ് റെസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ മണി ഓൺ 25,000 ഷെയർസ് at the rate ₹2 per ഷെയർ, അല്ലെങ്കിൽ ബീയിങ് ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ് എന്ന് എഴുതിയാലും മതി. ഇനി രണ്ടാമത്തെ കേസിൽ ആ ഷെയർ ആപ്ലിക്കേഷൻ നമ്മൾ ഷെയർ ക്യാപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പോൾ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ആക്ച്വലി ഇഷ്യൂ ചെയ്ത എമൗണ്ട് മാത്രമാണ് നമുക്ക് ഷെയർ ക്യാപിറ്റലിലേക്ക് ഓവർ സബ്സ്ക്രിപ്ഷൻ്റെ കേസിനകത്ത് നമുക്ക് എന്താണ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇവിടെ ഇഷ്യൂ ചെയ്തതിന് 20,000 ആണ്. 20,000 ഇൻറ്റു ₹2 40,000 being application money transferred to share capital or application money is due.
നെക്സ്റ്റ് നമ്മുടെ ഈ കേസ് ഒന്നാമത്തെ കേസാണ് ചെയ്യുന്നത്. അതായത് ആപ്ലിക്കേഷൻ മണി നമ്മൾ റിജക്റ്റ് ചെയ്തിട്ട് റീഫണ്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ എന്താണ് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് അല്ലേ? പൈസ തിരിച്ചു കൊടുക്കുമ്പോൾ ബാങ്കിന് എന്ത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ് അല്ലേ? 5000 ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്ത് എക്സസ് വന്നിട്ടുണ്ട്. അപ്പോൾ 5000 ഇൻറ്റു ആപ്ലിക്കേഷൻ മണി എത്രയാണ്? 2. 5000 ഇൻറ്റു 10,000 റുപ്പീസ് എക്സസ് ആണ്, നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ്. അതാണ് ബീങ് ആപ്ലിക്കേഷൻ മണി റീഫണ്ടഡ് ഓൺ റിജക്റ്റഡ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഷെയർ അലോട്ട്മെൻറ്റ്. നമുക്കറിയാം ആപ്ലിക്കേഷൻ്റെ അത് കഴിഞ്ഞു, ജേർണൽ എൻട്രീസ് കഴിഞ്ഞു. ഇനി അലോട്ട്മെൻറ്റിൻ്റെയാണ് വരുന്നത്. അലോട്ട്മെൻറ്റിൻ്റെ വരുമ്പോൾ ഇനിയുള്ള ജേർണൽ എൻട്രീസ് വരുമ്പോൾ നമ്മൾ ഡ്യൂ ആയത് ആദ്യം എഴുതണം. അപ്പോൾ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. നമുക്ക് ആക്ച്വലി ഇഷ്യൂ ചെയ്തിരിക്കുന്ന 20,000 ഷെയർസ് ആണ്. ഇപ്പോൾ 20,000 ഇൻറ്റു റുപ്പീസ് ഫോർ 80,000 റുപ്പീസ്. ഓക്കെ, ഇനി നമ്മൾ ആ അലോട്ട്മെൻറ്റിൻ്റെ പൈസ സ്വീകരിക്കുന്നതിന് കാണിക്കും ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. ഇവിടെ ക്വസ്റ്റ്യനകത്ത് 2,000 ആണ് കാണിക്കുന്നത്, 20,000 കാണിക്കണം. 20,000 ഇൻറ്റു ഫോർ 80,000. ഓക്കെ, അത് നിങ്ങൾ 2,000 അല്ല 20,000 ആയിട്ട് എഴുതിക്കോളാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. ഒരു കോളോ വിളിച്ചിട്ടുള്ളൂ. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ 20,000 ഇൻറ്റു ഫോർ 80,000. ഇനി നെക്സ്റ്റ് വൺ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ. ആ എമൗണ്ട് നമ്മൾ റിസീവ് ചെയ്യാണ്. അപ്പോൾ 80,000 റുപ്പീസ് തന്നെ. അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് നമ്മൾ റീഫണ്ട് ചെയ്യുന്ന കേസിൽ മാത്രമാണ്. എന്താണ് അതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്? റീഫണ്ട് ചെയ്യുമ്പോൾ എന്താ ജേർണൽ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. അതാണ് അതിനകത്ത് വരുന്നത് അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് കേസ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഇനി നെക്സ്റ്റ് സെക്ഷൻ, അതായത് നമ്മൾ എക്സസ് ആയിട്ട് വന്നത് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളത് അലോട്ട്മെൻറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ജേർണൽ എൻട്രി നോക്കാം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് 27,000 ഷെയർസിൻ്റെ ആപ്ലിക്കേഷൻ വന്നു. അപ്പോൾ 25,000 ഷെയർസ് ഇൻറ്റു ആപ്ലിക്കേഷൻ മണി റുപ്പീസ് 2 ഇസിക്കൽ ടു 50,000. പിന്നെ നെക്സ്റ്റ് വൺ നമ്മൾ ആക്ച്വലി 20,000 ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ 20,000 ഇൻറ്റു 2 ഇസിക്കൽ ടു 40,000. നെക്സ്റ്റ് വൺ എന്താണ് എക്സസ് ആയിട്ട് വന്നത് നമ്മൾ എന്ത് ചെയ്യണം? എക്സസ് ആയിട്ട് വന്നത് രണ്ടാമത്തെ കേസാണ്. അത് നമ്മൾ അലോട്ട്മെൻറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് 5,000 ഇൻറ്റു 2 10,000. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഷെയർ അലോട്ട്മെൻറ്റ്. ഇനി നമ്മൾ ഷെയർ അലോട്ട്മെൻറ്റിൻ്റെ ജേർണൽ എൻട്രി സാധാരണ പോലെ ഷെയർ അലോട്ട്മെൻറ്റിൻ്റെ ജേർണൽ എൻട്രി എഴുതുക. മനസ്സിലായി? ഇതിനകത്ത് വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ഇപ്പോൾ മൂന്നാമത്തെ ജേർണൽ എൻട്രിയിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. അതാണ് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്തു എക്സസ് എമൗണ്ട്. അതാണ് 10,000 5,000 ഇൻറ്റു 2. ഈ നാലാമത്തെ ജേർണൽ എൻട്രി നോർമലായിട്ട് എഴുതുക. ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. എത്രയാണ്? 20,000 ഷെയർസിന് അലോട്ട്മെൻറ്റിൻ്റെ എമൗണ്ട് 4 രൂപയാണ്. 20,000 ഇൻറ്റു ഫോർ 80,000. ഓക്കെ, ഷെയർ ക്യാപിറ്റലിലേക്ക് 80,000 റുപ്പീസ് ആണ് വേണ്ടത്. അതാണ് 80,000 എഴുതിയത്. ഇനി അടുത്തതിൽ നമ്മൾ ശ്രദ്ധിക്കണം ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. ഇവിടെ നമുക്ക് 80,000 റുപ്പീസ് നമ്മുടെ ഷെയർ ക്യാപിറ്റലിലേക്ക് 80,000 ആണ് കാണിച്ചേക്കണേ. പക്ഷേ ഇപ്പോൾ നമ്മൾ ബാങ്കിലേക്ക് സ്വീകരിക്കുമ്പോൾ 80,000 സ്വീകരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം നമ്മൾ 10,000 ഇത്രയും എമൗണ്ട് റുപ്പീസ് 10,000 നമ്മൾ ഓൾറെഡി നമ്മൾ ഷെയർ ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ഷെയർ അലോട്ട്മെൻറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് 10,000 രൂപ കുറച്ച് വാങ്ങിച്ചാൽ മതി. ഓൾറെഡി നമുക്ക് ഷെയർ ക്യാപിലേക്ക് ആക്ച്വലി 80,000 റുപ്പീസ് പോയാൽ മതി ഷെയർ അലോട്ട്മെൻറ്റിൻ്റെ കേസിൽ. അപ്പോൾ അതിനകത്ത് 10,000 രൂപ ഓൾറെഡി നമ്മൾ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 10,000 റുപ്പീസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ആക്ച്വലി 10,000 കുറച്ച് കാണിച്ചാൽ മതി. അപ്പോൾ ആക്ച്വലി 70,000 രൂപ മതി. അപ്പോൾ നമ്മൾ എന്താണ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ടിലേക്ക് നമ്മൾ 80,000 മൈനസ് 10,000 ഇസിക്കൽ ടു 70,000 ആയിട്ട് കാണിച്ചാൽ മതി. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടുക. ഇനി ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു
ഷെയർ നമുക്ക് ഒരു കോളാണെങ്കിൽ നിങ്ങൾ ഷെയർ ഫസ്റ്റ് കോൾ എന്ന് ഫൈനൽ കോൾ എന്ന് അങ്ങനെ എഴുതിയത് ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ 20,000 ഷെയർസ് ഇൻറ്റു 480,000. ഇനി വീണ്ടും നമ്മൾ റിസീവ് ചെയ്യണം ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് എത്രയാണ് ആ സെയിം എമൗണ്ടിന് 80,000. ഇതിനകത്ത് വർക്കിംഗ് നോട്ട് കൊടുത്തിട്ടുണ്ട്. ഷെയർ ആപ്ലിക്കേഷൻ വന്നത് 25,000 ആണ്. അലോട്ട്മെൻറ്റ് ശരിക്കും ആക്ച്വലി 20,000 ഉള്ളൂ ഇഷ്യൂ ചെയ്തേക്കണേ. അപ്പോൾ ആപ്ലിക്കേഷൻ മണി എത്രയാണ് 25,000 ഇൻറ്റു 2 അത് 50,000. ആപ്ലിക്കേഷൻ മണി ഡ്യൂ എത്രയാണ് 20,000 ഇൻറ്റു 2 40,000. അപ്പോൾ എക്സസ് വന്നേക്കാൻ എത്രയാണ് 10,000. അപ്പോൾ എക്സസ് വന്നേക്കാണ് നമ്മൾ ആദ്യത്തെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ആദ്യത്തെ കേസിനകത്ത് നമ്മൾ റീഫണ്ട് തിരിച്ചു കൊടുക്കും. രണ്ടാമത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം അലോട്ട്മെൻറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് അതിൻ്റെ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ചാറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ, താങ്ക് യു.